Dear children, today we will study a new chapter. Page number 26, chapter 7, Prepositions. Prepositions. Take children, page number 26. Listen. By way of a quick recap, let us define the preposition. A preposition is a word or words generally placed before a noun or pronoun showing the relationship between the persons or things denoted by it and something else. A preposition can be a single word or a group of words. Depending on that, we have different kinds of prepositions. Children, listen. What do you mean by a preposition? I think that you have already learned in class 4. A preposition is a word or words generally placed before a noun or pronoun. നൗണിനോ പ്രോനൗണിനോ മുൻപായിരിക്കും ഈ പ്രിപ്പോസിഷൻ്റെ പ്ലേസ്. ഷോവിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺ ഓർ തിങ് ഡിനോട്ടഡ് ബൈ ഇറ്റ് ആൻഡ് സംതിങ് എൽസ്. ഷോവിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺ ഓർ തിങ്, പേഴ്സണോ തിങ്ങോ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിനോട്ടഡ് ബൈ ഇറ്റ് ആൻഡ് സംതിങ് എൽസ്. A preposition can be a single word or group of words. Depending on that, we have different kinds of prepositions. And we know very well that prepositions are words that tells us where. എവിടെയാണെന്നാണോ? ഇറ്റ് ടെൽസ് us where a person, thing or place is. എവിടെയാണ്? where a person, thing or a place is, or where something happens or is done. എവിടെയാണ് എന്തെങ്കിലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. We have also learned preposition shows the relationship between or connects the noun or pronoun with the rest of the sentence. അതായത് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഷോ ചെയ്യുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർ കണക്ട്സ് ദ നൗൺ ഓർ പ്രോനൗൺ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. നൗണിനെയും പ്രോനൗണിനെയും കണക്ട് ചെയ്യുന്നോ റിലേഷൻഷിപ്പോ ആണ് ഇതിൽ കാണിക്കുന്നത്. അതർ ബാക്കിയുള്ള സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗവുമായി നൗണിനെയും ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർ കണക്ട്സ് ദ നൗൺ ഓർ പ്രോനൗൺ. നൗണും പ്രോനൗണും ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കണക്ട്സ് ദ നൗൺ ഓർ പ്രോനൗൺ വിത്ത് ദ നൗണിനെയോ പ്രോനൗണിനെയോ ബാക്കി സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗവുമായി കണക്ട് ചെയ്യുന്ന ഭാഗത്തിനും ആണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി എ പ്രിപ്പോസിഷൻ ക്യാൻ ബി എ സിംഗിൾ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. പ്രിപ്പോസിഷന് സിംഗിൾ വേർഡോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സോ കാണും. ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രിപ്പോസിഷൻസ്. അങ്ങനെ ആ വേർഡോ വേർഡ്സോ അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതായത് സിമ്പിൾ പ്രിപ്പോസിഷൻസ്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ പ്രിപ്പോസിഷൻസ്. These prepositions are simple as the name implies. Some examples are, അതായത് സിമ്പിൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയിമിലുള്ളതുപോലെ തന്നെ ഉള്ള ഒരു പ്രിപ്പോസിഷനാണ്. അതിന് എക്സാമ്പിളാണ് അറ്റ്, ബൈ, ഫോർ, ഫ്രം, ഇൻ, ഓഫ്, ഓൺ, ഔട്ട്, ത്രൂ, ടിൽ, ടു, അപ്പ് ആൻഡ് വിത്ത്. ഇതെല്ലാം സിമ്പിൾ പ്രിപ്പോസിഷൻസ് ആണ്. അപ്പോൾ കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ. ദീസ് പ്രിപ്പോസിഷൻസ് ആർ ജനറലി ഫോംഡ് ബൈ ആഡിങ് എ പ്രീഫിക്സ് സച്ച് ആസ് എ ഓർ ബി ഇ ടു എ നൗൺ, അഡ്ജക്റ്റീവ് ഓർ വെർബ്. അതായത് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഫോം ബൈ ആഡിങ് എ പ്രീഫിക്സ് സച്ച് ആസ്. അതായത് പ്രീഫിക്സും സഫിക്സും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ഒരു വേർഡിന് മുൻപ് പ്രീഫിക്സ് ആയിട്ട് എയോ അല്ലെങ്കിൽ ബിഇയോ ചേർക്കുക. അത് നൗണിൻ്റെയോ അഡ്ജക്റ്റീവിൻ്റെയോ വെർബിൻ്റെയോ കൂടെ. എക്സാമ്പിൾ ഫോർ ദാറ്റ് എബൌട്ട്, എബവ്, എക്രോസ്, എലോങ്, എമിഡ്സ്റ്റ്, എമംഗ്, എറൗണ്ട്, ബിഫോർ, ബിഹൈൻഡ്, ബിസൈഡ്, ബിനീത്ത്, വിതിൻ, വിതൗട്ട്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ആർ എക്സാമ്പിൾസ് ഓഫ് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻസ്. കോമ്പൗണ്ട് പ്രിപ്പോസിഷൻസ് നമ്മൾ സാധാരണയായി ഫോം ചെയ്യുന്നത് ആഡിങ് എ പ്രീഫിക്സ് സച്ച് ആസ് എ ഓർ ബി.
Examples we already saw that above, along, amidst, like that, inside, outside, etc. Then complex or phrase prepositions. അടുത്തതാണ് കോംപ്ലക്സ് അല്ലെങ്കിൽ phrase prepositions. As the name implies, these prepositions are made up of group of words. കോംപ്ലക്സ് അല്ലെങ്കിൽ phrase preposition എന്ന് പറയുന്ന ആ നെയിമിലുള്ളതുപോലെ തന്നെ മേഡപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സും കൊണ്ട് മേഡ് ചെയ്തതായിരിക്കും. സം ഇമ്പോർട്ടൻറ്റ് കോംപ്ലക്സ് ഓർ phrase prepositions ആർ ഗിവൺ ബിലോ. ഇനി കോംപ്ലക്സ് അല്ലെങ്കിൽ phrase prepositions ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. റീഡ് ചിൽഡ്രൻ, റീഡ് ഔട്ട് ദ കോംപ്ലക്സ് ഓഫ് phrase prepositions. Read out. According to, by means of, for the sake of, in favor of, such as, together with, in place of, along with, by virtue of, except for, in spite of, rather than, on account of, with an eye to, at the top of, because of, close to, in lieu of, in view of, in the event of, in course of, away from, by way of, in front of, instead of, owing to, in case of, due to. All these are examples of phrase or complex prepositions. Then listen children. Now let's see some example to understand how prepositions are used. Read the following sentences carefully. Now let's see some examples to understand how prepositions are used. Read the following sentence. എങ്ങനെയാണ് prepositions യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. Read the first sentence children. The dog is in the kennel. The dog is in the kennel. In the first sentence, the preposition in shows the relation between two nouns dog and kennel. In shows the relationship between dog and kennel. Then Raj is fond of his daughter. In the second sentence you listen children. The preposition of shows the relation between the adjective fond and the noun daughter. The adjective fond and the noun daughter, the relationship between them. Then Humpty Dumpty fell off the wall. Humpty Dumpty fell off the wall. In the third sentence, the preposition of shows the relation between the verb fell and the noun wall. Then the next you listen children. The preposition is generally placed before the noun or pronoun. എവിടെയാണ് preposition നമ്മൾ ചേർക്കേണ്ടത്? ബിഫോർ ദ നൗൺ ഓർ ദ പ്രോനൗൺ. നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ ബിഫോർ ആണ് ചേർക്കേണ്ടത്. ദസ് ദ നൗൺ ഓർ പ്രോനൗൺ ബിക്കംസ് ദ ഓബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ. അങ്ങനെയാവുമ്പോൾ ദ നൗണും പ്രോനൗണും അത് ആ സെൻറ്റൻസിലെ ഓബ്ജക്റ്റായി മാറുന്നു. ദ പ്രിപ്പോസിഷൻ മേ ഹാവ് മോർ ദാൻ വൺ ഒബ്ജക്റ്റ്. പ്രിപ്പോസിഷന് മോർ ദാൻ വൺ ഒബ്ജക്റ്റ് കാണാൻ സാധ്യതയുണ്ട്. ഹി ഡ്രോ ത്രൂ സൺ ആൻഡ് സ്റ്റോം. ബോത്ത് സൺ ആൻഡ് സ്റ്റോം ആർ ദ ഒബ്ജക്ട്സ്. ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് കാണുന്നുണ്ട്, സൺ ആൻഡ് സ്റ്റോം. ഇനി എ സെൻറ്റൻസ് കണ്ടെയ്നിങ് എ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഓൾസോ എ പ്രിപ്പോസിഷൻ can be rewritten omitting the preposition. A sentence containing a direct and indirect object and also a preposition. അതായത് a sentence containing a direct and indirect object and also a preposition. ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒരു പ്രിപ്പോസിഷനും ഉണ്ടെങ്കിൽ can be rewritten omitting the preposition. നമുക്ക് ആ പ്രിപ്പോസിഷനെ നമുക്ക് ഒമിറ്റ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് ആ സെൻറ്റൻസ് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? I gave the books to my teacher. I gave the books to my teacher. എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുന്നത്? The preposition to has been omitted. ഈ പ്രിപ്പോസിഷൻ ടു നമുക്ക് ഒമിറ്റ് ചെയ്തിട്ട് ആ സെൻറ്റൻസ് ഉപേക്ഷിച്ചിട്ടും കളഞ്ഞിട്ട് പറയാൻ പറ്റും. എങ്ങനെയാണ് പറയുന്നത്? I gave my teacher the books. I gave my teacher the books.
So, when the sentence is rewritten such that the indirect object immediately follows the verb, the preposition is omitted. അങ്ങനെ വരുമ്പോൾ when the sentence is rewritten such that the indirect object immediately follows the verb. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വെർബിനെ ഫോളോ ചെയ്യുന്നത് ആ സമയത്ത്. when the pronouns is an interrogative pronoun means as a question, the preposition is placed at the end. അങ്ങനെ വരുമ്പോൾ പ്രിപ്പോസിഷൻ നമ്മൾ എവിടെയാണ് ചേർക്കേണ്ടത്? എൻഡിൽ, ക്വസ്റ്റ്യനിലാണെങ്കിൽ. വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്? വാട്ട് ഈസ് ദ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ. ഇവിടെ വാട്ട് എന്നുള്ളത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പ്രോനൗൺ. അപ്പം നമ്മൾ അതിൻ്റെ പ്രിപ്പോസിഷൻ അറ്റ് ചേർക്കേണ്ടത് ലാസ്റ്റാണ്. In certain cases, when we change the position of the preposition, we have to change the form of the pronoun or omit it altogether. In certain cases, when we change the position of the prepositionൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ we have to change the form of the pronoun. നമ്മൾ പ്രൊനൗണിൻ്റെ ഫോം ചേഞ്ച് ചെയ്യണം. or omit it altogether, അല്ലെങ്കിൽ അത് വിട്ട് കളയണം, ഒമിറ്റ് ചെയ്യണം. The toys with which I am playing are all new. The toys with which I am playing are all new. Which is the pronoun? Which is the pronoun? which എന്നുള്ളതാണ് pronoun അതിനകത്ത്. അപ്പം നമ്മളത് എങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കും? The toys I am playing with are all new. The pronoun which has been omitted. അതിനകത്ത് നമ്മൾ ഈ വിച്ച് എന്നുള്ള പ്രോനൗൺ മാറ്റിക്കളയുകയാണ് ചെയ്തത്. ദ ടോയ്സ് ഐ ആം പ്ലേയിങ് വിത്ത് ആർ ഓൾ ന്യൂ എന്നാണ് വീണ്ടും സെൻറ്റൻസ് മാറ്റി എഴുതുമ്പോൾ വരുന്നത്. ഫ്രം ഹും ഡിഡ് യു ഗെറ്റ് ദിസ് ഇൻഫോർമേഷൻ? ഹും ഈസ് ദ പ്രോനൗൺ. ഫ്രം ഹും ഡിഡ് യു ഗെറ്റ്, എവിടെ നിന്നാണ്, ആരുടെ അടുത്തു നിന്നാണ് കിട്ടിയത്? ഹും എന്നുള്ളത് പ്രോനൗണാണ്. ഹൂ ഡിഡ് യു ഗെറ്റ് ദിസ് ഇൻഫോർമേഷൻ ഫ്രം. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്താണ്? ഹൂ ഡിഡ് യു ഗെറ്റ് ദിസ് ഇൻഫോർമേഷൻ ഫ്രം. ദ പ്രോനൗൺ ഹൂം ഈസ് റീപ്ലേസ്ഡ് ബൈ ഹൂ. ഹൂ ഡിഡ് യു ഗെറ്റ് ദീസ് ഇൻഫോർമേഷൻ ഫ്രം എന്നാണ് വരിക. റിമെമ്പർ ടു പേ അറ്റൻഷൻ ആൻഡ് നോട്ട് ടു മിക്സ് അപ്പ് the words that are used both as adverb and prepositions. Understand the role the word plays and then identify whether the same is an adverb or preposition. അത് നമ്മൾ ചെയ്യുമ്പോൾ അഡ്വർബ് ആണോ പ്രിപ്പോസിഷൻ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഐഡൻറ്റിഫൈ വെദർ ദ സെയിം ഈസ് ആൻ അഡ്വർബ് ഓർ പ്രിപ്പോസിഷൻ. ദ പോലീസ് arrived soon after is an adverb of time. Time ആണ്. Then listen children. He returned the book after a month. After is a preposition showing the relation between the verb returns and noun month. Go and run about. About is an adverb of place. Don't wander about the park. About is a preposition showing the relation between the verb wander and the noun park. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഈ എക്സസൈസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. സോ പ്ലീസ് ചിൽഡ്രൻ, യു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് പേജ് നമ്പർ 26 and 27. Then when we will go through this exercise, you will understand more. Okay, read and learn. Read 2 or 3 times, then only you will understand something. Then you will understand clearly when we will go through these exercises that I will take in next class. Okay, thank you. Have a nice day.